ഇന്ന് തോരൻ വെക്കുന്നത് ഒരു വാഴക്കൂമ്പാണ്, വാഴക്കൂമ്പ് തോരൻ. അപ്പോൾ വാഴക്കൂമ്പിൻ്റെ കൂടെ പയറൊക്കെ ഇട്ട് തോരൻ വയ്ക്കാറുണ്ട്. ഞാനിപ്പോൾ വാഴക്കൂമ്പ് മാത്രമാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. ഇതിവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് അതിൻ്റെ മുകളിലത്തെ ആ ഇളകിയിരുന്ന പോളകളൊക്കെ ഞാനിങ്ങനെ ഇളക്കിയെടുത്തു. അതിൻ്റെ ഉള്ളിലുള്ള ആ പൂവോട് കൂടി തന്നെയാണ് തോരൻ വയ്ക്കുന്നത്. ഇതിൽ നമുക്ക് കേടായ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമുക്ക് കളയാം. പക്ഷേ നല്ല ഫ്രഷ് പൂവായിട്ടൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ ഞാൻ. ഇത് ഞാനിപ്പോൾ വാഷ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലിരുന്ന പൂക്കളെല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കേടായത് ആദ്യമൊക്കെ ഇരിക്കുന്ന ആ പോളയിലുള്ളത് അത്ര നല്ലതായിരിക്കത്തില്ല, അതൊക്കെ ഞാൻ കളഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചിങ്ങനെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനിതെല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ആ പൂവ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഇതതിൻ്റെ പോള മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇത് പിന്നെ ഞാൻ പോളയിൽ നിന്ന് ഇളക്കാതെ ആ പൂവും ആ പോളയും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തതാണ് ഇത്രയും. പിന്നെ ഇത് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞിട്ടിരുന്നെടുക്കുന്നത്. ഇപ്പം നമുക്ക് ചോപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ചോപ്പറിലിട്ടിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. ആ കൂമ്പിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ കളയുന്നുള്ളൂ. ഇത്രയും ഉള്ളായിരുന്നു അതിന് വേസ്റ്റ് എന്ന് പറയാൻ. ഇതുപോലൊരു ചോപ്പർ, ഇത് മാർക്കറ്റിലൊക്കെ ഇപ്പം വളരെ വില കുറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നൊരു ചോപ്പറാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ വാരിയിടുക. എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അതിന് സെൻറ്റർ നോക്കി അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിനൊരു നമുക്ക് കൈ വെച്ചിട്ടാലും പിടിക്കാം, പക്ഷേ നമ്മൾ കൂടുതലും തറയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അത്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറിനൊക്കെ മാറ്റം വരും. അത് ഇതിനൊരു കറയുണ്ടല്ലോ, അതുകൊണ്ടാണ്. അത് നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും. ഇപ്പം ഞാനിത് മൊത്തം പൊടിച്ച് തീർന്നു. ഞാൻ എന്നിട്ട് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ചോപ്പർ ഞാൻ കഴുകിയെടുത്തു. കാരണം ഇതിലൊക്കെ ഇതിൻ്റെ കറ പറ്റും. ഒരു ഗ്ലൂ പോലൊരു സാധനം ഉണ്ടല്ലോ ഇതിന്, അത് ഇതിലൊക്കെ പറ്റി പിടിച്ചാൽ പിന്നെ കഴുകിയെടുക്കാൻ പാടാവും. ആദ്യം ഞാൻ അതങ്ങ് കഴുകിയെടുത്തു. ഇപ്പോൾ നമ്മൾ ആ പൊടിച്ചെടുത്തപ്പോൾ കണ്ടോ ഇതിനെല്ലാം ഒരു കളർ വ്യത്യാസം വന്നില്ലേ? അത് ആ കൂമ്പിൽ നിന്ന് തന്നെ ഉള്ളതാണത്. അത് നമ്മൾ വാഷ് ചെയ്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുമ്പോഴേക്കും കുറേ എല്ലാം അങ്ങ് പോകും. അത് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയായ ഒരു സാധനം തന്നെയാണത്. പിന്നെ കൂടുതലിരിക്കുമ്പോൾ ഒരു ചവർപ്പ് ചുവ വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചങ്ങ് കഴുകിക്കളയാന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇത് വാഷ് ചെയ്തെടുക്കാം. കുറച്ച് സമയം വെള്ളത്തിരിക്കട്ടെ. അതൊന്ന് മെൽറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഇത് തോരൻ വയ്ക്കുന്ന ആയതുകൊണ്ട് തന്നെ 2 പച്ചമുളക് എടുത്തു, കുറച്ച് നല്ല ഫ്രഷ് കോക്കനട്ട് എടുത്തു, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക, ഒരു 2-3 വെളുത്തുള്ളി ഇടുക, ഗാർലിക്, പിന്നെ കുറച്ച് ജീരകം കൂടി ഇടുക. ഒരുപാട് വേണ്ട, നമ്മുടെ ക്വാണ്ടിറ്റി എന്തോരം ഉണ്ടോ അതനുസരിച്ചിട്ട്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് ചതയ്ക്കുന്നതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇത്രയേ ഉള്ളൂ ഇതിന് നമ്മൾ അരപ്പ് ചേർക്കുന്നത് ഈ തോരന്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നാൽ എല്ലാം ചതയുകയും വേണം, ചതഞ്ഞ് വരണം നന്നായിട്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലിട്ട സാധനങ്ങൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ട് ഞെപടി കഴുകുമെന്ന് പറയുന്നല്ലോ, അതുമാതിരി എടുത്തിട്ട് ഒന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കണം. ഒരു 2-3 വെള്ളത്തിൽ നമ്മളിങ്ങനെ കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ഫിൽറ്ററിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കുറച്ച് കറിവേപ്പില ഇട്ടു, അല്പം മുളകിട്ടു, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു വാഴക്കൊമ്പ് കുറേ ഉണ്ട്.
ഇതാണ് ഈ കളയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കുഞ്ഞായിട്ട് അരിയാം. അത് പണ്ടൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും അമ്മമ്മമാരും ഒക്കെ ഇരുന്ന് കൊത്തി അരിയാറില്ല. അപ്പോൾ പൊടിയായിട്ട് കിട്ടും. ഈ ചോപ്പറിലിടുമ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടുക. പക്ഷേ വെന്ത് വരുമ്പോഴേക്കും ഇത് റെഡിയാവും. തീരെ കൊച്ചു കുട്ടികൾക്ക് ഇത് കൊടുക്കണ്ട. കാരണം ഇത് ഫൈബർ കണ്ടൻറ്റ് ഇതിനകത്തിൽ കൂടുതലുള്ളതായതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് ദഹിക്കാൻ കുറേ അധികം സമയം എടുക്കും. കുറച്ച് മുതിർന്ന കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെയാണ് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു സാധനമാണ്. കാരണം ഇതിനകത്ത് സൗത്ത് ഇന്ത്യൻ ഫുഡിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് ചോറിനോടൊപ്പം. ഇതിൽ നല്ല രീതിയിൽ ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഭക്ഷണത്തിൽ വല്ലപ്പോഴുമെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തണം. പഴയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അവർ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യ സംബന്ധമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന ഒരു സാധനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളതാണ്. ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് ഇതിനകത്തിലുണ്ട്. എല്ലിനും പല്ലിനും എല്ലാം വളരെ നല്ലൊരു ഔഷധമെന്ന് തന്നെ പറയാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ഈ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിനി രണ്ടാമത് വെള്ളം ഒഴിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തല്ലേ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അത് അടച്ചു വെച്ചു. ഇനി അവിടെ ഇരുന്നിട്ട് ആ ചെറിയ ആവിയിലൊന്ന് വേകട്ടെ. ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതൊക്കെ പഴമക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ഇപ്പോഴത്തെ തലമുറയൊന്നും കഴിക്കുന്നില്ല. അതൊക്കെ നമ്മൾ വല്ലപ്പോഴെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇത് ഇച്ചിരി മുതിർന്ന കുട്ടികളൊക്കെ കഴിക്കാൻ മടിച്ചാലും നമുക്ക് ഇതിനകത്തിൽ പയറ് ചേർത്തും വേവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ കഴിക്കാൻ മടിക്കുന്നവരാണെങ്കിൽ ഇതിനകത്തിൽ എന്തെങ്കിലും ചേർത്തിട്ട് വേവിക്കണം. ഇങ്ങനെ പയറ് വർഗ്ഗങ്ങളൊക്കെ ചേർത്തിട്ട് വേവിക്കണമെങ്കിൽ ചെറുപയർ, വൻപയറൊക്കെ ചേർത്ത് വേവിക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമായിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തോരനാക്കിയിട്ട് കുറച്ച് മോരിൻ്റെ കൂടെ, തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ശ്രമിച്ചാലും കുട്ടികൾക്ക് കുറച്ചൊക്കെ ഇത് ഉള്ളിൽ പോയി കിട്ടും. അധികമൊന്നും കഴിക്കില്ലെങ്കിലും കുറച്ചെങ്കിലും പോയി കിട്ടി അത്ര നല്ലതല്ലേ. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുക്ക്ഡ്. നമ്മൾ ഈ വാഴക്കൂമ്പ് എടുക്കുമ്പോൾ ചില വാഴക്കൂമ്പിനൊക്കെ നല്ല കയ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പയറൊക്കെ അതിൻ്റെ കൂടെ ഇട്ടാൽ ആ കയ്പൊക്കെ കുറേ അതങ്ങ് പിടിക്കും. അന്നേരം നമുക്ക് അത്ര അങ്ങോട്ട് കയ്പ് തോന്നത്തില്ല. ഈ പാളയൻ തോടൻ എന്ന് പറയുന്ന വാഴ, ഏത്തവാഴ, ഇതിൻ്റെയൊക്കെ കൂമ്പിനൊന്നും അത്ര കയ്പുണ്ടാകത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഈ അരപ്പൊക്കെ ഇടുന്ന ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇടാം കേട്ടോ. ചിലരൊക്കെ അരപ്പ് കടുക് വറുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയിട്ട് ചേർക്കുന്നവരും ഉണ്ട്. ഞാൻ എപ്പോഴും തോരൻ വെക്കുമ്പോൾ തോരൻ ഓൾമോസ്റ്റ് വെന്ത് തീരാറാകുമ്പോഴാണ് ഞാൻ അരപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലും അതൊക്കെ കൂടെ അതിൽ പിടിച്ച് കഴിയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കണം. ഇഷ്ടപ്പെടുത്തി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പഴമക്കാരുടെ ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു മൃഗസഞ്ജീവിനി എന്ന് തന്നെ പറയാം ഇതിന്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരും കഴിക്കുന്നില്ല. നമ്മൾ പറ്റുന്നവരൊക്കെ, സാധിക്കുന്നവരൊക്കെ ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇപ്പം ഈ അരപ്പൊക്കെ നന്നായിട്ട് ആവി വന്ന് വെന്തിട്ടുണ്ട്. തോര റെഡിയായി. വാഴക്കൂമ്പ് തോരൻ, ബനാന ഫ്ലവർ.